ഞങ്ങളുടെ കുടുംബത്തോടൊന്നും ഒരു എന്താ പറയുക ഇഷ്ടക്കുറവുള്ള ചിലർ ഒരു കഥ പ്രചരിപ്പിച്ചു, ഞാൻ എൻ്റെ ഫാദറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതിനെപ്പറ്റി കഥകൾ പ്രചരിപ്പിക്കാനും അതിലൊരു പ്രത്യേക ഒരു താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരന്നും 2013 അതേ കാര്യങ്ങൾ കാണിച്ചു. പക്ഷേ അതിൻ്റെ സത്യം ഫ്ലഡിൻ്റെ പ്രശ്നമുണ്ടായപ്പോൾ കേരളം മൊത്തം പകച്ചു നിന്നപ്പോൾ അന്ന് ഫാദറും ഞാനും 3 ദിവസം വീട്ടിനകത്ത് തന്നെ ഇരുന്ന് ഇതിൻ്റെ ഒരു കോർഡിനേഷൻ നടത്തിയത് ഞാനിന്നും വളരെ കാര്യമായി ഓർക്കുന്നു. അതിനകത്ത് എല്ലാവരും അതൊക്കെ നമുക്കിന്ന് ഒരു MLA നിലയിൽ പ്രവർത്തിക്കുമ്പോഴും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെയാണ് 22 ഭാരത് ജോഡോ യാത്ര, ഭാരതത്തെ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു പ്രയാണമായി ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് കന്യാകുമാരി മുതൽ കശ്മീർ വരെ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, എനിക്കൊരു പദയാത്രികനായി പങ്കെടുക്കണമെന്നൊരാഗ്രഹം പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഫാദറും അതിനോട് എഗ്രി ചെയ്തു. ഫാദറും ശ്രീ KC വേണുഗോപാലിനോട് അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയോടൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ ഒരു പദയാത്രികനാക്കി കൊണ്ടുപോകുന്നത്. അപ്പം കന്യാകുമാരിയിൽ വിവേകാനന്ദ റോക്കിൽ നിന്നാണ് രാഹുൽജി അന്നത്തെ പരിപാടി തുടങ്ങിയത്. മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിൻ വന്ന് തുടങ്ങിയൊരു പദയാത്ര. അവിടുന്ന് പിന്നെ സെപ്റ്റംബർ 8 നമ്മൾ യാത്ര തുടങ്ങിയത്. ആ യാത്ര തുടങ്ങി 2 ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം വന്നു. തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ഫാദറും എൻ്റെ അതിർത്തിയിൽ നിന്ന് ജോയിൻ ചെയ്ത് ഞങ്ങൾ പോയി. കേരളം മുഴുവൻ പല സമയത്ത്, അത് ആലപ്പുഴയാണെങ്കിലും ശരി, അത് നിലമ്പൂരാണെങ്കിലും ശരി, അത് എറണാകുളമാണെങ്കിലും ശരി, ഫാദർ പലതവണ വന്ന് ജോയിൻ ചെയ്ത് ഈ അവസരത്തിൽ ഓർക്കുന്നു. അതേസമയം രാഹുൽ ഗാന്ധിയും വളരെ നിർബന്ധ ബുദ്ധിയിൽ അദ്ദേഹത്തെ തിരിച്ച് ആരോഗ്യം വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തിരിച്ച് വണ്ടിയിൽ കയറ്റിയതൊക്കെ ഇന്നും എൻ്റെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു ദിവസത്തെ അവധിക്ക് വേണ്ടി ഞാൻ തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ചില എന്താ പറയുക നെഗറ്റീവ് മൈൻഡുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ചില ഞങ്ങളുടെ കുടുംബത്തോടൊന്നും ഒരു എന്താ പറയുക ഇഷ്ടക്കുറവുള്ള ചിലർ ഒരു കഥ പ്രചരിപ്പിച്ചു, ഞാൻ എൻ്റെ ഫാദറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ ഫാദർ ഒരു ഡയറി എടുത്ത് അദ്ദേഹത്തിൻ്റെ ഹെൽത്തിൻ്റെ ഡീറ്റെയിൽസ്, തനിക്ക് ക്യാൻസർ ഇല്ല എന്നുള്ളത് പല ഹോസ്പിറ്റൽസിൽ തെളിയിച്ചിട്ടുള്ളതായിട്ട് അദ്ദേഹം അതെന്നെ കുറിച്ച് വെച്ചതും, അതുപോലെ തന്നെ താൻ എടുത്ത മെഡിസിൻസ് അത് തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരമാണെന്ന് എഴുതി വെച്ചതൊക്കെ ആ സമയത്താണ്. ഞാനത് പിന്നീട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ഡയറി, ഈ ഡേറ്റ് ഇട്ട് ഉള്ള ഡയറി അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം എടുത്തു നോക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഇന്നും ചില എന്താ പറയുക നമ്മൾ പോസിറ്റീവായിട്ടുള്ള പല മെമ്മറീസ് ഉള്ളപ്പോഴും ഇതേപോലത്തുള്ള ചില നെഗറ്റീവ് മൈൻഡ്, അത് കേരളത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അത് 2013 ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഒരു ഇല്ലാത്തൊരു കഥയുണ്ടാക്കി കേരളം മുഴുവൻ എൻ്റെ ഫാദറിനെയും കുടുംബത്തെയും അതുപോലെ കോൺഗ്രസിൻ്റെയും UDF നേതാക്കളെയൊക്കെ അവമാനിക്കുന്നൊരു കാഴ്ച. ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതിനെപ്പറ്റി കഥകൾ പ്രചരിപ്പിക്കാനും അതിലൊരു പ്രത്യേക ഒരു താല്പര്യമുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരന്നും 2013 അതേ കാര്യങ്ങൾ കാണിച്ചു. പക്ഷേ അതിൻ്റെ സത്യം 13 സത്യം 22 ലോകം CBI കോടതിയിലൂടെ അറിയിച്ചു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്ന കാര്യമാണ്. 2013 തൊട്ട് 22 വരെ 9 വർഷക്കാലം ഇതേപോലത്തെ വ്യാജ പ്രചരണങ്ങൾ, അത് ഇന്നും ചിലർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ചില വ്യാജ പ്രചരണങ്ങൾ നടത്തുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ ആ അജണ്ട ഇന്നും വളരെ കൃത്യമായി തുടരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അങ്ങനെയുള്ള ഒരു യാത്ര കർണാടകം, മഹാരാഷ്ട്ര, ഹൈദരാബാദ് എത്തിയപ്പോൾ ഹൈദരാബാദിൽ ഫാദറിനെ ജർമ്മനിക്ക് വിടണം എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഞാനും എൻ്റെ ഫാദറിനെ കൊണ്ട് ജർമ്മനിക്ക് പോയി. അവിടെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരികയുണ്ടായി. പിന്നെയും ഞാൻ പദയാത്രയിൽ തിരിച്ചു വന്ന് മഹാരാഷ്ട്രയിലാണ് ജോയിൻ ചെയ്തത്. കശ്മീർ വരെ ഈ പദയാത്രയോടൊപ്പം പിന്നെ ഞാൻ തുടർന്ന് പോയി. പരിപാടി കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ തിരിച്ചു വന്നു. പരിപാടി കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഫാദറിനെ ഇതേ കാര്യങ്ങൾ, ഈ തരത്തിലുള്ള പ്രചരണം വീണ്ടും ഞാൻ എൻ്റെ ഫാദറിനെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചരണം കൊണ്ടുവന്നതും അത് ഞാനിന്ന് ഓർക്കുന്നൊരു കാര്യം. അതേസമയം ഞങ്ങൾ അവിടുന്ന് ട്രീറ്റ്മെൻറ്റിനായിട്ട് നിംസിലോട്ട് പോയി. നിംസിൽ നിന്ന് ഞങ്ങൾ ബാംഗ്ലൂർ HCG എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ പോയി. തുടർന്ന് HCG നിന്ന് ഡിസ്ചാർജായി ബാംഗ്ലൂരിൽ തന്നെ ഒരു 2-3 മാസക്കാലം അദ്ദേഹത്തിൻ്റെ റിക്കവറിയും അദ്ദേഹത്തിന് വിവിധ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക മെഡിസിൻസും ഒക്കെ കൊടുത്ത് ഞങ്ങൾ ബാംഗ്ലൂർ തന്നെയാണ്. അങ്ങനെ അവിടെയാണ് ജൂലൈ 18 അദ്ദേഹത്തിൻ്റെ വേർപാട്, ആകസ്മികമായിട്ടുള്ള ഒരു വേർപാട്
ഉണ്ടാകുന്നത്. അതിനുശേഷം നിങ്ങൾക്കറിയാം, കേരളം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒരു ഏറ്റവും വലിയ ഒരു ആദരവ് കൊടുത്ത് അദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് കൊടുത്തത് കേരളത്തിൻ്റെ ഒരു വലിയ ഒരു മനസ്സും കേരളത്തിൻ്റെ വലിയൊരു എന്താ പറയുക പ്രവർത്തന ശൈലിയുടെ ഭാഗമായിട്ടാണ്. ഇന്നും അന്ന് കൊടുത്ത ആദരവ് ഇന്നും കേരളത്തിലെ പൊതുസമൂഹം, ഇപ്പം ആരെന്ത് പറഞ്ഞാലും ശരി, പൊതുസമൂഹം കേരളത്തിൽ അദ്ദേഹത്തെ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചതാണ്. ഇന്നും അതേപോലെ അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ആൾക്കാർ വരുന്നത് കാണുമ്പോൾ വളരെയധികം എന്താ പറയുക മനസ്സിനൊരു ആശ്വാസം നൽകുന്നൊരു കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ 40 ദിവസത്തിനുള്ളിൽ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. ഇലക്ഷൻ പ്രഖ്യാപിച്ച മണിക്കൂറുകൾ തന്നെ എന്നെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിയും പ്രഖ്യാപിച്ചു. പിന്നെ ഇലക്ഷൻ പ്രചരണം കൊടുമ്പിരി കൊണ്ട് നടന്നു. 37,000-ൽ പരം വോട്ട് ജയിക്കുവാനുള്ള അവസരം അന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. ആ ഒരു ഇലക്ഷന് ശേഷം ഇപ്പോൾ 2.5 വർഷം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ 2.5 വർഷക്കാലം MLA ആയിട്ട് പ്രവർത്തിക്കുവാനും വിവിധ പരിപാടിയിൽ പോയി പങ്കെടുക്കുവാനും ഒക്കെ അവസരം ലഭിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് സർവ്വമത സമ്മേളനത്തിൻ്റെ 100-ാം വർഷം അത് വത്തിക്കാനിൽ വെച്ച് നടത്തണമെന്ന് ശിവരി മഠത്തിൻ്റെ സ്വാമിമാർ എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ആ ശിവരി മഠത്തിൻ്റെ പ്രത്യേക താല്പര്യപ്രകാരം വത്തിക്കാനിൽ വെച്ച് പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് വത്തിക്കാനിൽ സർവ്വമത സമ്മേളനം നടത്തപ്പെടുവാനും ആ സർവ്വമത സമ്മേളനത്തിൻ്റെ ഇമ്പാക്റ്റ് അത് വലിയൊരു, ഞങ്ങൾ 85 പേര് പോയിരുന്നു. ആ 85 പേരിൽ എല്ലാവരെയും സ്വീകരിക്കാനും അവരെ കാണുവാനും അവരോട് സംസാരിക്കുവാനും ഫ്രാൻസിസ് മാർപ്പാപ്പ സമയം കണ്ടെത്തിയിരുന്നു. എല്ലാവരും ഇന്ന് ഗിഫ്റ്റ് മേടിച്ചു. അങ്ങനെ വലിയൊരു ചരിത്രമായി അത് സാധിച്ചു. പക്ഷേ അതിന് പ്രത്യേകമായി നന്ദി പറയേണ്ടത് അവിടുത്തെ കാർഡിനൽ ജോർജ് കൂവക്കാട് പിതാവിനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ നമ്മുടെ ഒരു മകനാണ്, മലയാളികളുടെ അഭിമാനമായ അദ്ദേഹം മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്ത വ്യക്തിയായി പ്രവർത്തിക്കുകയും ഈ പരിപാടിക്ക് തൊട്ട് മുമ്പ് അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തുകയും ചെയ്തു. കർദിനാളാക്കിയത് ഈ പരിപാടിക്ക് ഒരാഴ്ചയ്ക്ക് ശേഷമാണെങ്കിലും അദ്ദേഹത്തിന് അനൗൺസ്മെൻറ്റ് വന്നതിന് തൊട്ട് മുമ്പാണ്. അങ്ങനെ 3 ദിവസമായി നടത്തിയ പരിപാടിയുടെ സമാപനം നടന്നത് അസീസിയിലെ ഫ്രാൻസിസ് സേവിയറിൻ്റെ അല്ലെങ്കിൽ ഫ്രാൻസിസ് പുണ്യാളൻ്റെ കബറിടത്തിൽ വെച്ചാണ്. അവിടെ വെച്ചാണ് അസീസിലെ ഫ്രാൻസിസിൻ്റെ കബറിടത്തിൽ വെച്ചാണ് സമാപന സമ്മേളനം. അത് പക്ഷേ അങ്ങനെ പ്ലാൻ ചെയ്തല്ലെങ്കിലും അങ്ങനെ ഒരു പ്ലാനിലേക്ക് അത് വന്ന് വളരെ സന്തോഷത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയറിൽ, കാരണം രണ്ടുപേരും ഒരേപോലെയാണ്, മതങ്ങളോട് സഹിഷ്ണുത പുലർത്തണമെന്ന് ഗുരുദേവൻ പറഞ്ഞെങ്കിൽ അതേ സ്നേഹം പ്രകടിപ്പിച്ച ആളാണ് ഫ്രാൻസിസ് അസീസിയിലെ. അപ്പോൾ അദ്ദേഹം ഈജിപ്തിൽ പോയി ഇസ്ലാം മതവുമായിട്ടൊരു ഡയലോഗിന് തയ്യാറെടുത്ത് മുന്നോട്ട് വന്നിരുന്നു. അപ്പം അതേപോലെ തന്നെ സർവ്വമത സമ്മേളനം നമുക്കറിയാം, 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ എല്ലാ മതങ്ങളും ഏതായാലും മനുഷ്യൻ നന്നായി എന്ന് മാത്രമല്ല മതസാരാംശം ഒന്നാണ് എന്നുള്ള വലിയ ആദർശം കേരളത്തിന് വേണ്ടി കാണിച്ച ഗുരുദേവൻ്റെ ഓർമ്മകൾ അത് സമാപനം നടത്തിയത് ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ കല്ലറയിൽ വെച്ചാണെന്ന് പറയുമ്പോൾ വലിയൊരു എന്താ പറയുക ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഞങ്ങൾ കരുതുന്നുള്ളൂ. ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടല്ലെങ്കിലും അവിടെ പോകണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് സമ്മേളനമായി തീരുമെന്ന് ചെന്നപ്പോഴാണ് ഞങ്ങൾക്കൊരു അവസരം അവിടെ കത്തോലിക്ക സഭ അവിടെ ഒരുക്കിയത്. അപ്പോൾ അത് വലിയൊരു ഇവൻ്റായി തീരുകയും ഈ സർവ്വമത സമ്മേളനത്തിന് തുടക്കം പോലെ തന്നെ അതിൻ്റെ അവസാനവും വലിയൊരു സന്ദേശം ലോകത്തിന് കൊടുക്കുന്നതായി. അതിനുശേഷം ഇംഗ്ലണ്ടിൽ, അതുപോലെ റഷ്യയിൽ, UAE-യിൽ, ബഹ്റൈനിലടക്കം വിവിധ രാജ്യങ്ങളിൽ ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ ഒരു സർവ്വമത സമ്മേളനത്തിൻ്റെ പരിപാടി നടക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി ഓർക്കണം. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളുടെ കാര്യം നമ്മൾ തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്. ആ വ്യത്യാസങ്ങളെ യോജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം. ഇതേപോലെ ഈ പരിപാടിയിൽ ഏറ്റവും ആദരണീയനായ സാദിഖ് അലി തങ്ങൾ വന്ന് പങ്കെടുത്തതും ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടതുമൊക്കെ ഈ അവസരത്തിൽ ഞാൻ സ്നേഹത്തോടുകൂടി ഓർക്കണം. അപ്പം മതങ്ങളെല്ലാം ഒന്നാണ് എന്നുള്ള വലിയ ഒരു കാഴ്ചപ്പാടാണ് ഗുരുദേവനുണ്ടായിരുന്നത്. ആ കാഴ്ചപ്പാട് 100 വർഷങ്ങൾക്കിപ്പുറം ലോകമെമ്പാടും പ്രചരിക്കുന്ന ഒരു കാഴ്ച കാണുമ്പോൾ അതിന് മനസ്സിന് വളരെ കുളിർമ നൽകുക. അപ്പോൾ അതിൻ്റെ പങ്കാളിയായി തീരുവാനും അതിന് ഭാഗവാക്കായി തീർക്കുവാനും സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഗുരുദേവൻ്റെ പരിപാടിക്ക് വേണ്ടി റഷ്യയിൽ പോയപ്പോൾ അവിടെ വെച്ചാണ് ബ്രിക്സ് സമ്മേളനത്തിൻ്റെ ഒരു പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ബ്രിക്സിൻ്റെ സംഘാടകരിൽ ഒരാൾ എന്നെയും അതിലേക്ക് ക്ഷണിച്ചു. പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് ടയർ 2 ബ്രിക്സിൻ്റെ സമ്മേളനത്തിൽ പോയി പ്രസംഗിക്കുവാൻ, ആയുർവേദത്തെപ്പറ്റി പ്രസംഗിക്കുവാൻ, ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായ സോഫ്റ്റ് പവറായ ആയുർവേദത്തെക്കുറിച്ചും അതിന് തുടക്കം കുറിച്ച ധന്വന്തരി അടക്കം, ചരണനടക്കം, ശുശ്രുതനടക്കം അവരെയൊക്കെ ഓർത്ത് അവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്
ഈ രാജ്യത്തിൻ്റെ ശക്തി ലോകത്തിന് മുന്നിൽ പറയുവാനും ഒരു സമ്മേളനത്തിൽ പറയുവാനുള്ള അവസരം ലഭിച്ചു. അതുപോലെ തന്നെ അവരെ കേരളത്തിലേക്ക് ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഹെൽത്ത് കോൺഫറൻസ് നടത്തുവാൻ ഒരു ആയുഷ് ലോകത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽത്ത് കോൺഫറൻസ് നടത്തുവാൻ അവർ എഗ്രി ചെയ്ത് ഈ വർഷം നവംബറിൽ കേരളത്തിലേക്ക് വരുന്നുണ്ട് അവർ. അതിനു മുമ്പ് റഷ്യയിലേക്കും ഇതുപോലത്തെ ഒരു പരിപാടിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ പരിപാടികളിൽ പോയി പങ്കെടുക്കുവാനുള്ള അവസരം ഈ ഒരു പരിപാടിക്ക് പോയി പങ്കെടുത്തപ്പോൾ എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ കേരളത്തിലേക്ക് ഈ ഒരു ഹെൽത്ത് കോൺഫറൻസ് കൊണ്ടുവരുവാൻ സാധിച്ചതിലും വലിയ ഒരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം നമ്മുടെ നാടിനെ സംബന്ധിച്ച് ഒത്തിരി പൊട്ടൻഷ്യലുള്ള ഒരു ഇടമാണ്, പക്ഷേ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമുക്കതിനെ യൂസ് ചെയ്യാനുള്ള വെന്യൂസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് എൻ്റെ കൂടി ഒരു കടമയായിട്ട് കാണുന്നയാളാണ്. അപ്പം ഈ ഒരു കോൺഫറൻസ് അതിനുപകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ കൊച്ചി മെട്രോ അത് തറക്കല്ലിടാൻ വന്ന പ്രധാനമന്ത്രിക്ക് ഹർത്താൽ കൊടുത്താണ് സ്വീകരിച്ചത് നമ്മൾ, അല്ലാതെ അദ്ദേഹത്തെ ഭൂമത്തെ വരിച്ചല്ല സ്വീകരിച്ചത്. നമ്മുടെ സംസ്ഥാനത്തിന് അങ്ങനെ ഒരു കൾച്ചറൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചിൻ്റെ കൂടി ആവശ്യമുണ്ട്.